സർക്കാർ സംവിധാനങ്ങളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് പുതിയ പദ്ധതി ആരംഭിച്ച് UAE. വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പ്രഖ്യാപനം നടത്തി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന പുതിയ സംവിധാനമാണ് നടപ്പിലാക്കുന്നത്. ഫെഡറൽ തലത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനാണ് പുതിയ പദ്ധതി. സേവനങ്ങളുടെ വേഗതയും കൃത്യതയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഭാവിയിൽ എങ്ങനെ ഉപകാരപ്പെടുമെന്നും വിലയിരുത്തും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് നടപ്പിലാക്കുന്നത്. നേരത്തെ സർക്കാരിന്റെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനുമായി ഫെഡറൽ ഗവൺമെന്റ് ഡാറ്റ ഇൻഡെക്സ് ആരംഭിച്ചിരുന്നു. ദുബൈയിലെ ചില പബ്ലിക് പാർക്കുകളുടെ പാർക്കിംഗ് നടത്തിപ്പും പാർക്കിംഗ് കമ്പനി ഏറ്റെടുക്കുന്നു. ഇത് സംബന്ധിച്ച കരാറിലും പാർക്കിംഗ് കമ്പനിയും ദുബൈ മുനിസിപ്പാലിറ്റിയും തമ്മിൽ ഒപ്പുവെച്ചു. ദുബൈ മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന പാർക്കുകളുടെ പാർക്കിംഗ് സൗകര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനാണ് കരാർ പ്രകാരം പാർക്കിംഗ് കമ്പനിയെ ചുമതലപ്പെടുത്തുക. പാർക്കിംഗ് കമ്പനിയുടെ സ്മാർട്ട് പാർക്കിംഗ് ശൃംഖലയിലേക്ക് പാർക്കുകളെ കൂടി ഉൾപ്പെടുത്തുകയാണെന്നും സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. പാർക്കിങ്ങുകളുടെ പ്രവർത്തനത്തിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സേവന നിലവാരം വർദ്ധിപ്പിക്കുന്നതിനുമാണ് തീരുമാനമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം ഏതെല്ലാം പാർക്കുകളുടെ പാർക്കിങ്ങുകളാണ് പാർക്കിംഗ് കമ്പനിക്ക് കൈമാറുന്നതെന്നും മുനിസിപ്പാലിറ്റി നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല. സൗദി അറേബ്യയിൽ വിദേശികൾക്ക് ഭൂമിയും വസ്തുക്കളും സ്വന്തമാക്കേണ്ടതിന് മന്ത്രിസഭയുടെ അനുമതി. രാജ്യത്തേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് തീരുമാനം. പുതിയ നിയമം 2026 പ്രാബല്യത്തിൽ വരും. ജിദ്ദയിൽ സൗദി കിരീടാവകാശി പ്രധാനമന്ത്രിയും മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് പുതിയ തീരുമാനത്തിന് അംഗീകാരം നൽകിയത്. രാജ്യത്തെ ചില പ്രത്യേക പ്രദേശങ്ങളിൽ വിദേശികൾക്ക് ഭൂമി സ്വന്തമാക്കുന്നതിനാണ് നിയമം അനുമതി നൽകുന്നത്. റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശം സംബന്ധിച്ച പുതിയ നിയമത്തിനാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. നിയമം ഔദ്യോഗികമായി ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. ഇതിനുശേഷം 150 ദിവസത്തിനുള്ളിൽ പൊതുജനങ്ങൾക്ക് അഭിപ്രായം തേടി പുതിയ നിയമം പബ്ലിക് കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോമിലും പ്രസിദ്ധീകരിക്കും. നിക്ഷേപകരെയും റിയൽ എസ്റ്റേറ്റ് കമ്പനികളെയും സൗദി വിപണിയിലേക്ക് എത്തിക്കുകയാണ് പുതിയ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. റിയാദ്, ജിദ്ദ എന്നീ നഗരങ്ങളിലാണ് ഭൂമി ഉടമസ്ഥാവകാശം അനുവദിക്കുക. NTV UAE to the world.